സുഹൃത്തുക്കളെ, 1889 മെയ് 1 ചിക്കാഗോയിൽ തൊഴിലാളികളെ വെടിവെച്ച് കൊന്നതിനെ തുടർന്നാണ് ലോകമെമ്പാടും മെയ് 1 തൊഴിലാളി ദിനമായി ആചരിച്ചു പോരുന്നത്. എന്നാൽ BC 1200 ആണ്ട് മുതൽ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം തൊഴിലാളി ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന ചരിത്രം നാം വിസ്മരിക്കുകയാണ്. ആ ചരിത്രത്തെ സംബന്ധിച്ചും അതിലടങ്ങിയിരുന്ന തത്വത്തെ സംബന്ധിച്ചും ഇന്ന് തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ചും പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. BC 1200 ആണ്ടോടുകൂടെയാണ് ഇസ്രയേൽ എന്ന ഗോത്രവർഗം കനാനിൽ താമസം ആരംഭിച്ചത്. കനാനിൽ അവർ താമസിച്ചപ്പോൾ മുതലാണ് കാർഷിക വൃത്തി അവർ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു കാർഷിക സമൂഹം കെട്ടിപ്പടുത്തപ്പോൾ ആ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി അവർ പല സാമൂഹിക നിയമങ്ങളും ഉണ്ടാക്കി. അവയിൽ ഒന്നാണ് ശബത്ത് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വീതം തൊഴിലാളിക്കും തൊഴിൽ ചെയ്യുന്ന മൃഗത്തിനും പണിയായുധങ്ങൾക്കും വിശ്രമം നൽകേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെ വ്യവസ്ഥാപിതമായി വിശ്രമം നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിൽ തൊഴിൽ ശേഷി ക്ഷയിക്കുമെന്നും അത് സമൂഹത്തിന്റെ ഉൽപാദനക്ഷമതയെ ദോഷമായി ബാധിക്കുമെന്നും അന്നത്തെ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ചിന്തിച്ചവർ മനസ്സിലാക്കി. അതിന്റെ ഫലമായിട്ടാണ് അവർ എല്ലാ ദിവസവും തൊഴിലാളികൾക്കും പണി ചെയ്യുന്ന മൃഗങ്ങൾക്കും പണിയായുധങ്ങൾക്കും നിർബന്ധമായും വിശ്രമം നൽകുന്ന ഒരു വ്യവസ്ഥിതി നടപ്പാക്കിയത്. ആ വ്യവസ്ഥയെയാണ് ശബത്ത് നിയമം എന്ന് പറയുന്നത്. ശബത്ത് നിയമം ബൈബിളിൽ പറയുന്നത് വളരെ വ്യക്തമായി പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്നെപ്പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ. വളരെ വ്യക്തമായിട്ടാണ് ശബത്ത് നാളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ സ്വസ്ഥമായിരിക്കണം, അല്ലെങ്കിൽ അവരെ പീഡനത്തിൽ നിന്നും കഠിനാധ്വാനത്തിൽ നിന്നും അവർക്ക് മോചനം വേണം, വിശ്രമം വേണം എന്ന കാര്യം ഈ ശബത്ത് നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമൂഹത്തിന്റെ ഉൽപാദനം ബാധിക്കും. തൊഴിലാളികളോടുള്ള താല്പര്യം കൊണ്ടല്ലായിരുന്നു, അവരോടുള്ള കരുണ കൊണ്ടായിരുന്നില്ല. സാമൂഹ്യ വ്യവസ്ഥയില് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ആ കാലത്ത് ചിന്തകന്മാർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു. ഇത് ഇത്തരത്തിൽ അവതരിപ്പിച്ചാൽ ഭൂവുടമകൾ അത് അംഗീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ തരത്തിൽ അവതരിപ്പിക്കാതെ ദൈവത്തിന് ഒരു ദിവസം വിശുദ്ധമായിട്ട് മാറ്റിവെക്കണമെന്ന്, അങ്ങനെ ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കണമെന്നും അത് വിശുദ്ധ ദിവസമായിരിക്കണമെന്നും വിശുദ്ധം
ദിവസത്തിൽ ഒരു ജോലിയും ചെയ്യരുത് എന്നും തരത്തിലുള്ള ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് അതിന് അംഗീകാരം നേടുവാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അത് വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലാളികളെ കൊണ്ട് കഠിനമായി അധ്വാനിപ്പിക്കുന്നത്, അടിമകളെ കൊണ്ടും വേലക്കാരെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും കഠിനമായി അധ്വാനിപ്പിക്കുന്നത്, ഭൂമിയെ വിശ്രമമില്ലാതെ ചൂഷണം ചെയ്യുന്നത് എല്ലാം വിശുദ്ധിയെ അശുദ്ധമാക്കുന്ന ഒരു കാര്യമാണ്. സാമൂഹ്യ വ്യവസ്ഥയിലെ കളങ്കം, അശുദ്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം ആണ് എന്ന ഒരു വേദശാസ്ത്ര ചിന്തയും ഈ നിയമം ആവിഷ്കരിച്ചവര് ആവിഷ്കരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ ചരിത്രത്തിൽ സമാനമായ മറ്റു പല കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് 1881 ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിൽ നിയമം ഉണ്ടായത്. ലോർഡ് റിപ്പൺ ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് ഈ തൊഴിൽ നിയമം കൊണ്ടുവന്നത്. ബോംബെയിലുള്ള തുണിമില്ലിൽ ജോലി ചെയ്യുന്ന പണിക്കാരെ കൊണ്ട് 12 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാൻ പാടില്ല എന്നതായിരുന്നു ഈ നിയമം. ഇങ്ങനെ ലോർഡ് റിപ്പൺ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം എന്താണ്? തൊഴിലാളികൾ ആവശ്യപ്പെട്ടില്ല, തൊഴിൽ സമരങ്ങൾ ഉണ്ടായിട്ടില്ല, ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നു? ഇംഗ്ലണ്ടിലെ പാർലമെന്റ് പാസാക്കി ഇന്ത്യയില് 12 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നത്, ഫാക്ടറികളിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്, അതുകൊണ്ട് അത് നിർത്തലാക്കണം എന്ന പാർലമെന്റ് പാസാക്കിയപ്പോൾ അത് അനുസരിക്കുവാൻ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ബാധ്യസ്ഥരായിരുന്നു. പാർലമെന്റ് ഇത് പാസാക്കാൻ കാരണം എന്താണ്? ഇംഗ്ലണ്ടിലെ 1830കളിലൊക്കെ തൊഴിൽ സമരങ്ങൾ നടന്ന് ഫാക്ടറി ആക്ട് നടപ്പാക്കി. അപ്പൊ അവിടെ തൊഴിൽ സമയം 9 മണിക്കൂർ, പരമാവധി 9 മണിക്കൂർ, കുട്ടികളുടെ തൊഴിൽ 9 മണിക്കൂറായും പ്രായമായവരുടെ തൊഴിൽ 11 മണിക്കൂറായും നിശ്ചയിച്ചു. അപ്പോൾ ഇന്ത്യയിലെ 12 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കുമ്പോൾ ഇന്ത്യയിലെ തുണിമിൽ ഉടമകളുടെ ഉൽപാദന ചെലവ് കുറയുന്നു. ആ അവസ്ഥ തുടർന്നാൽ ഇംഗ്ലണ്ടിലെ തുണിമിൽ ഉടമകളുടെ ഉൽപാദന ചെലവ് കൂടുകയും ഇന്ത്യയിലെ ഉൽപാദന ചെലവ് കുറയുകയും ചെയ്തിരുന്നാൽ മത്സര രംഗത്ത് ഇംഗ്ലണ്ടിലെ തുണികൾ പിന്തള്ളപ്പെടും. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ തുണിമിൽ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ ജോലി സമയം 12 മണിക്കൂറിൽ കൂടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായത്. ചരിത്രത്തിൽ എക്കാലവും ഇതുപോലെ പലപ്പോഴും നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമാണ്. തുടർന്ന് തൊഴിലാളി സമരങ്ങൾ ലോകത്തിലുണ്ടായി. തൊഴിലാളികൾ സംഘടിച്ച് തങ്ങളുടെ ജോലി സമയം കുറയ്ക്കുവാനും തങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ പല നിയമങ്ങൾ ഉണ്ടാക്കുവാനും തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കുവാനും സമ്മർദ്ദം ചെലുത്തി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സാമൂഹ്യ നീതിയെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടായി. അപ്പോൾ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുകയും തൊഴിലാളികൾ സംഘടിച്ച് തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ലോകമെമ്പാടും തൊഴിൽ നിയമങ്ങളുണ്ടായി. ഫാക്ടറികളിൽ അവരെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതികളെല്ലാം നിരോധിക്കുന്ന ധാരാളം തൊഴിലാളികളുടെ അവകാശ നിയമങ്ങൾ ഉണ്ടായി. അതിനു മുമ്പ് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വിശ്രമം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെയാണ് പഴയ ശബത്ത് നാളിന് പകരം പിന്നെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച വിശുദ്ധ ദിവസമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച തൊഴിലാളികൾക്ക് വിശ്രമത്തിന്റെ സമയമായി വേർതിരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. ഇന്ന് ഞായറാഴ്ച
അവധി ഇല്ലാത്ത ജോലിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം സർക്കാരിൻ്റെ മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊക്കെ മാത്രമല്ലാതെ ഫാക്ടറികളിലുള്ള കൂടുതൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച അവധി ദിവസം അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച അവധി ദിവസമാണെങ്കിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട സ്ഥിതി ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫാക്ടറി നിയമങ്ങൾ, അതായത് തൊഴിലാളികളുടെ ചൂഷണത്തെ നിയന്ത്രിക്കുന്ന അവരുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ അവകാശ നിയമങ്ങൾ എല്ലാം തന്നെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ നോട്ടീസില്ലാതെ പിരിച്ചുവിടാം. അവർക്ക് ശമ്പളം കുറയ്ക്കുന്നതിനുള്ള അവകാശം തൊഴിലുടമകൾക്ക് ഉണ്ട്. അങ്ങനെ ധാരാളം തൊഴിലാളികൾ സമരം മൂലം ആർജിച്ചെടുത്ത പല അവകാശങ്ങളും ഇന്ന് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ബ്ലൂ കോളർ തൊഴിലാളികളുടെ അവകാശങ്ങൾ പലതും ഇപ്പോഴും തുടരുന്നുവെങ്കിലും വൈറ്റ് കോളർ തൊഴിലാളികളുടെ അവകാശങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ഉണ്ടായപ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഏറെക്കുറെ ലോകം മുഴുവൻ അംഗീകരിക്കുകയും ഏതാണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 50 വർഷത്തോളം അത് പിന്തുടരുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 24 മണിക്കൂർ എന്നുള്ള ഒരു ജോലി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഏറെക്കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച അവധി ഇല്ലാതാകുകയോ അവധിയാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ വൈറ്റ് കോളർ തൊഴിലാളികൾക്കാണ് അവരാണിപ്പോൾ കൂടുതൽ ചൂഷണത്തിനും അവകാശ നിഷേധത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വൈറ്റ് കോളർ തൊഴിലാളികൾ ബ്ലൂ കോളർ തൊഴിലാളികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് താരതമ്യേന സ്വാതന്ത്ര്യം, വിശ്രമത്തിനുള്ള സമയം, വിനോദത്തിനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് കോളർ തൊഴിലാളികൾക്ക് വിശ്രമത്തിനും വിനോദത്തിനും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കുവാൻ തൊഴിൽ സംഘടനകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വൈറ്റ് കോളർ തൊഴിലാളികൾക്ക് സംഘടനകളില്ല. അതിലുപരിയായിട്ട് ഈ അവസ്ഥ സമൂഹത്തിൻ്റെ ഉൽപാദനക്ഷമയെയും ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ഒക്കെ ക്ഷയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നില്ല. വൈറ്റ് കോളർ തൊഴിലാളികളായതുകൊണ്ട് മാനുഷിക പരിഗണനകളെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ ഒരു സമൂഹത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്രമമില്ലാതെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിനും ബുദ്ധിക്കും മാനസിക വികാസത്തിനും ഒക്കെ ക്ഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനെ ദോഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉള്ള ചർച്ച നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നില്ല. ആ ചർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.